ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിക്കും കേട്ടോ. ലൈറ്റ് വിട്ടേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവര് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് എല്ലാം തന്നെ ഓരോരോ മ്യൂസിയംസ് ആണ്. ഓരോ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട. പേടിപ്പിച്ചു കളഞ്ഞു മനുഷ്യന്. പേടിച്ചു. പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. പഴയ ഫോട്ടോഗ്രാഫ്സ്, അതുപോലെ തന്നെ അവരുടെ കുടിലിന്റെ ഒരു ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഊഞ്ഞാലാടണമെന്ന്. ഈ ഓണത്തിനും പറ്റിയില്ല കേട്ടോ. കാരണം ഓണത്തിന് ഹായ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കാട് കാണാൻ വന്നേക്കാണ് കേട്ടോ. ശരിക്കും റിയൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ അടിപൊളി കാട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഫോറസ്റ്റ് മ്യൂസിയം ആയിട്ടുള്ള കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ആനയുടെ ഒരു സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കമ്പി വളച്ചിട്ട് അതിൻ്റെ അകത്ത് നിറയെ നമ്മുടെ മെറ്റലില്ലേ, ചല്ലി നിറച്ചിട്ട് ഒരു ആനയുടെ ഷേപ്പിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കേട്ടോ, പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര തണലാണ് കേട്ടോ. കാരണം പുറത്ത് നമ്മൾ നല്ല വെയിലത്ത് നിന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു തണുപ്പ് വരും. തണുപ്പും നല്ല തണലും പിന്നെ ഭയങ്കര ആംബിയൻസ് ആണ്. നല്ല രസമാണ് കാണാൻ. ഒരു ചെറിയ ചെറിയ ഹട്ടൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലും ഓരോന്നിനും ഓരോ പേരുണ്ട് കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ ആ ഫ്രണ്ടിൽ നമുക്ക് ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും റൂട്ട് മാപ്പ് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടല്ല, പക്ഷെ ഒരു കാടാണ്. കാരണം വെച്ചാൽ ശരിക്കും നമ്മൾ കണ്ണടച്ച് കയറി കഴിഞ്ഞാൽ ഒരു കാടിനകത്ത് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു ഫീല് നമുക്ക് നന്നായിട്ട് കിട്ടുന്നതാണ്. ശരിക്കും ഈ കിളികളുടെ സൗണ്ടും എല്ലാം ഒരു കാടിനകത്തേക്ക് നമ്മൾ എങ്ങനെ കയറുമ്പോൾ എന്തായിരിക്കും നമുക്ക് ഫീലിംഗ് വരുന്നത്. നമ്മൾ അത്രയും വലിയ കാട്ടിലൊന്നും കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടി വിയിലൊക്കെ കാണില്ലേ, അതേപോലെ ആ ഒരു ഫീല് തരുന്നുണ്ട്. ശരിക്കും നമ്മൾ എൻജോയ് ചെയ്ത് വരികയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് കാണാനുണ്ട്. അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് കാട് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം കാടിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കണ്ട ഇവിടെ ഒരാൾ നിൽപ്പുണ്ടേ. ഒറിജിനൽ പോലെ തോന്നുന്നു. മതി. ഇനി ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം ഓരോരോ സംഭവങ്ങളാണ്. അതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് വരണ്ട തേക്ക് വനം 900 മുതൽ 1300 വരെയുള്ള വർഷവാത പ്രദേശം. അങ്ങനെ കാടിനെ കുറിച്ചുള്ള എല്ലാ സംഭവങ്ങളും. ഇവിടെ ഒരാള് നിൽപ്പുണ്ടേ. പാവമാണ്, ഒന്നും ചെയ്യുമൊന്നുമില്ല. കണ്ടോ? പിന്നെ കാടിൻ്റെ ഒരു തണുപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രലൈസ്ഡ് AC ആണ്. അപ്പം നമുക്ക് ആ തണുപ്പ് കാടിൻ്റെ ശരിക്കും കണ്ണടച്ച് നിന്ന് കഴിഞ്ഞാൽ കാടിനകത്ത് നിൽക്കുന്നത് പോലൊരു ഫീലാണ്. ആമാം, ഇവിടെ ഒരു ആശാൻ ഇരിപ്പുണ്ട്, നമ്മുടെ സിംഹവാലൻ കുരങ്ങ്. കണ്ടോ? അപ്പം അത് കാണപ്പെടുന്ന സ്ഥലങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റിലാണ്. പല തരത്തിലുള്ള ഫോറസ്റ്റുകളുണ്ട്. അപ്പം വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പം അതിന് ഓരോന്നിനെയും തരം തിരിച്ചിവിടെ കൊടുത്തിട്ടുണ്ട്. അത് കാരണം അതിൻ്റെ ഒരു ഡെമോ. അപ്പോൾ ഇവിടെ ഒരു ഇൻഫർമേഷൻ ഡെസ്ക് ഉണ്ട്. കണ്ടോ? അവിടെ നമ്മൾ ഈ ഫ്രണ്ടിൽ കണ്ട ഒരു ഹോൺബില്ലില്ലേ, നമ്മുടെ വേഴാമ്പല് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ഓരോ മരത്തിന്റെ തടികൾ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെ മരങ്ങളുടെ തടികളാണ് ഈ സാമ്പിളായിട്ട് വെച്ചേക്കുന്നതെന്ന് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓരോന്ന് നമ്പർ ഇട്ട് വെച്ചതിനെ കുറിച്ചുള്ള എല്ലാ സംഭവങ്ങളും അല്ലേ. ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഓഫീസേഴ്സ്, പിന്നെ സാങ്ച്വറീസ്, നാഷണൽ പാർക്സ് അതൊക്കെ എവിടെയായിരിക്കുന്നത്. അതെ, ഇതാണ് മാപ്പ്. കേരളത്തിന്റെ മാപ്പാണ്. കണ്ടോ? അത് മാപ്പിൽ ഇതാ ഇവിടെ നോക്കിക്കതാ കണ്ട ഓരോ സ്ഥലം അവിടെ മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ തൊടുമ്പോൾ കണ്ട അവിടെ ലൈറ്റ് കത്തുന്നുണ്ടോ?
ഈ സ്ഥലം അവിടെയാണുള്ളത്. ഉണ്ടോ? ഉണ്ടാ നമ്മുടെ നെയ്യാറ് ഇവിടെ ഉണ്ടാ, നമ്മുടെ തിരുവനന്തപുരത്താണതാ നെയ്യാറ്. കണ്ടോ? അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് തണ്ണീർത്തടങ്ങളാണ്, വെറ്റ് ലാൻഡ്സ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ശരിക്കും കണ്ട് പഠിക്കാൻ പറ്റിയിരുന്നതിൽ അന്ന് കുറച്ചുകൂടെ തലയ്ക്കകത്ത് കയറിയേനെ. എന്തായാലും അന്ന് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ ഒന്നുകൂടെ പഠിച്ചിട്ട് വരാം. ആ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ തണ്ണീർത്തടങ്ങൾ മെയിനായിട്ട് നമുക്ക് ശുദ്ധജലം ഉണ്ട്, ഉപ്പ് വെള്ളം ഉള്ള തണ്ണീർത്തടവും ഉണ്ട്. അപ്പം ഉപ്പ് ഇത് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് നമ്മൾ ഈ കടലിൽ പോകുന്ന ഫിഷിംഗ്, പണ്ട് ഉപയോഗിച്ചിരുന്ന ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളാണ് ഇത്. കണ്ടോ? നമ്മുടെ ചീനവല, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഇതൊക്കെ ഓരോരോ ട്രാപ്പുകളാണ്. ഇത് ബോക്സ് ട്രാപ്പ് എന്ന് പറയും. ഇത് കളക്ഷൻ ബാസ്ക്കറ്റ്, വാങ്ങി ഇടാനുള്ളതായിരിക്കും. മീൻ പിടിച്ച് വാങ്ങി ഇടാനുള്ള സംഭവമാണ്. പിന്നെ ഇതാ ട്യൂബുലാർ ട്രാപ്പ്, പിന്നെ ഇതാ ഹാൻഡ് പിക്കിംഗ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് പണ്ട് നിലവിലുണ്ടായിരുന്ന സംഭവങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് പണ്ടത്തെ സംഭവങ്ങൾ. അയ്യോ, കറണ്ട് പോയാ ദൈവമേ, പേടിയാവുന്നു. ശരിയാണ്, ഫ്ലാഷ് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല ഇതിൻ്റെ അകത്ത്. എന്ത് ഫ്ലാഷ് ലൈറ്റ് വർക്ക് ചെയ്യണില്ലെന്ന്? അയ്യോ എനിക്ക് പേടിയാവണം. പോ, ഫ്ലാഷ് ലൈറ്റും വർക്ക് ആവുന്നില്ലല്ലോ. ആ ഇപ്പൊ വർക്കായി. പേടിപ്പിച്ചു കളഞ്ഞു മനുഷ്യന്. പേടിച്ചു. ഓ വന്നു വാ. അതെന്താണ്? ബിയർ. നല്ല രസമുണ്ടല്ലേ? ആ നമ്മൾ അതിൻ്റെ തന്നെ. രാവിലെ ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. മൺഡേ ഇവിടെ ഹോളിഡേ ആണ് കേട്ടോ. സാധാരണ നമ്മളൊരു മ്യൂസിയം ഒക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ടയേർഡായിപ്പോയി, നടന്ന് ടയേർഡാവും. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. കാരണം ഓരോ റൂമിൻ്റെ അകത്തും സെൻട്രലൈസ്ഡ് AC ആണ്. അപ്പം നമുക്ക് ആ ഒരു തണുപ്പ് കിട്ടും. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര തണലാണ്, നാച്ചുറലായിട്ട് കിട്ടുന്ന നല്ല തണലാണ്. പിന്നെ എല്ലായിടത്തും ഈ ബെഞ്ചസ് ഇട്ടിട്ടുണ്ട്, നല്ല കല്ലിൽ തീർത്ത ബെഞ്ചസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാം. പിന്നെ ചതുപ്പ് വനം ഇല്ല. ആ തൊടല്ലേ. അത് വെള്ളം നോക്കട്ടെ, നോക്കിട്ട് പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിക്കും കേട്ടോ. ലൈറ്റ് വിട്ടേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇടയ്ക്ക് ഒരിടത്ത് കയറിയപ്പോഴേക്കും ലൈറ്റ് പോയി, അപ്പൊ നന്നായിട്ട് പേടിച്ചു കേട്ടോ. ശരിക്കും ഓരോ ഫോറസ്റ്റ്, ഒരുപാട് ടൈപ്പ് ഫോറസ്റ്റ് നമുക്കുണ്ട്. അപ്പൊ അതെല്ലാം ലൈവായിട്ട് അതൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഒരു ഡെമോയാണ് ഈ ഒരു മ്യൂസിയത്തിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നത്.
ഓക്കെ, ഇത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എക്കോ സിസ്റ്റമിലാണ്. കണ്ടോ, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഓരോ ഈ ഒരു എക്കോ സിസ്റ്റം, ഈ ഒരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ് ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. കേരളത്തിൽ എത്ര എണ്ണം ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങളാണ്. ഇരവികുളം, മൂന്നാറ്, കണ്ടോ, ഇതെല്ലാം നമ്മൾ ടൂറ് പോകുമ്പോൾ നമ്മൾ ഇതെല്ലാം കാണാറുണ്ട്. പക്ഷെ നമുക്ക് ആധികാരികമായിട്ടൊന്നും അറിയില്ലല്ലോ ഇതൊക്കെ ഏത് ടൈപ്പ് ഫോറസ്റ്റ് ആണ്. അപ്പം ശരിക്കും പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പഠിക്കുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അല്ലാതെ കാണാൻ വരുന്നവർക്ക് നല്ലൊരു കൗതുകമാണ്, കണ്ണിന് ഭയങ്കര കൗതുകമാണ്. കണ്ണിന് മാത്രമല്ല കാതുകൾക്കും ഭയങ്കര രസമാണ്. കാരണം ശരിക്കും ഒരു കാടിനുള്ളിലേക്ക് കയറുന്നത് പോലെ തന്നെയാണ്. ശരിക്കും അതൊരു ഭയങ്കര ഒറിജിനാലിറ്റിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. കണ്ടോ, കഥകളി, മോഹിനിയാട്ടം. അപ്പം കേരളത്തെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു ഇതാണ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് എല്ലാം തന്നെ ഓരോരോ മ്യൂസിയംസ് ആണ്. ഓരോ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓരോ സംഭവങ്ങൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഓരോരോ മ്യൂസിയംസ് ആണ്. പിന്നെ അതിൽ ചിലതൊക്കെ നല്ല ഭംഗിയുള്ള ഹട്ട് പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ശരിക്കും ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു പ്ലേസ് ആണ്. നമുക്ക് ഒരു ദിവസം കാണാനുള്ളതുണ്ട്. വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം ഇവിടെ ഇരിക്കും. ഇവിടെ നിന്ന് പോകാൻ തോന്നാത്ത വിധത്തിലുള്ള നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. കാരണം വലിയ ടയേർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നിറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു തണലൊക്കെ കിട്ടുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരിക്കലും ബോറടിക്കില്ല. കാരണം തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ അവർക്ക് പഠിക്കാനുള്ള സംഭവങ്ങളെല്ലാം അവരൊരു എൻജോയ് ചെയ്ത് പഠിക്കും. ആ ഒരു രീതിക്കാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം എന്തായാലും കുട്ടികളുമായിട്ട് വരികയാണെങ്കിൽ അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നന്നായിട്ട് അവർക്ക് എൻജോയ് ചെയ്യാനും പറ്റും, എൻജോയ് ചെയ്ത് പഠിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ വലിയവർക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് 50 രൂപയാണ്. അപ്പം 50 രൂപയ്ക്ക് എന്തായാലും വർത്ത് തന്നെയാണ്. കാരണം നമ്മൾ 10 മണിക്ക് കയറി കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എത്ര നേരം വേണേലും ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാം. നമുക്ക് സമയമെടുത്ത് പതിയെ കണ്ട് ആസ്വദിച്ച് ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് പയ്യെ, ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ 50 രൂപ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം 6 മണി വരെ വേണമെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ കൊച്ചു കുട്ടികൾക്ക് 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഓക്കെ, കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഊഞ്ഞാലാടണമെന്ന്. ഈ ഓണത്തിനും പറ്റിയില്ല കേട്ടോ. കാരണം ഓണത്തിന് പല സ്ഥലത്ത് പോകുമ്പോഴും അവിടെ നിറയെ തിരക്കായിരുന്നു. അപ്പോൾ ഇവിടെ ഓണത്തിന് കെട്ടിയതാണോ അതോ ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവുമോ എന്നറിയില്ല. എന്നാലും ഈ ഒരു ഹട്ട് വന്നിട്ട് നമ്മുടെ ട്രൈബൽ ഗ്രൂപ്പിൻ്റെ അവരുടെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഹട്ടാണ്. ഇതിൻ്റെ അകത്ത് അവരുടെ പഴയ ഫോട്ടോഗ്രാഫ്സ്, അതുപോലെ തന്നെ അവരുടെ കുടിലിൻ്റെ ഒരു ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന പല സംഭവങ്ങളും, നമ്മുടെ അമ്പും വില്ല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഡെമോ വെച്ചിട്ടുണ്ട് കേട്ടോ. കാടിനെ ഇഷ്ടപ്പെടുന്നവരും കാടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരും ഒന്നും ഒരിക്കലും ഈ ഒരു പ്ലേസ് മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു വീക്കെൻഡ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, സൺഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു വർത്തായിരിക്കും, നല്ലൊരു അനുഭവമായിരിക്കും. കാടിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കുട്ടികളായിട്ടൊക്കെ വരികയാണെങ്കിൽ, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരുപാട് വ്യത്യാസമായിരിക്കും. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും പ്രായഭേദം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് മീ, സൈനിങ് ഓഫ് ഫ്രം ഈ. ബൈ ബൈ.